പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നാം കഴിഞ്ഞ നാളിൽ പഠിക്കുവാനിടയായി. വിശ്വാസികളുടെ പിതാവ് എന്ന അബ്രഹാമിനെ അറിയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായതുകൊണ്ട്, കണ്ണടച്ച് ദൈവം പറയുന്നതിനെ വിശ്വസിക്കുന്ന വ്യക്തിയായതുകൊണ്ട്. ദൈവത്തെ അത്രത്തോളം അബ്രഹാം വിശ്വസിച്ചിരുന്നു. നാമും അബ്രഹാമിനെ പോലെ ദൈവത്തെ കണ്ണടച്ചു വിശ്വസിക്കണം. ദൈവം നമ്മോട് പറയുന്ന ഏത് കാര്യവും നാം വിശ്വാസത്തോടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം തകരുന്ന രീതിയിലുള്ള പലവിധ പ്രതിസന്ധികൾ കടന്നു വരും. നമുക്ക് അബ്രഹാമിനെ നോക്കാം. അബ്രഹാമിനും കടന്നു വന്നില്ലേ? അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്നും അബ്രഹാമിന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും തലമുറകളെ കൊടുക്കുമെന്ന്. പക്ഷേ അബ്രഹാമിന് ആ വാഗ്ദത്തം ലഭിച്ചിട്ടും എത്രയോ വർഷം കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാം പല സ്ഥലങ്ങളിലും പല വ്യക്തികളോടും ഇടപെടുമ്പോഴെല്ലാം അബ്രഹാമിന് ഇത് ഒരു നിന്ദയായിരുന്നല്ലോ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് നിന്ദയായിരുന്നു. പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തെയാണ്, മറ്റൊന്നിനെയും അബ്രഹാം വിശ്വസിച്ചില്ല. ദൈവത്തെ, ദൈവശബ്ദത്തെ, ദൈവത്തിൻ്റെ ആ ശബ്ദത്തെ, ദൈവം തന്നോട് പറഞ്ഞ കാര്യം തനിക്ക് ചെയ്തു തരും എന്ന് അബ്രഹാം വിശ്വസിച്ചു. പക്ഷേ അബ്രഹാമിന് വേണമെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദത്തത്തെ മറുത്ത് ജീവിക്കാമായിരുന്നു. പക്ഷേ അബ്രഹാം അത് ഏറ്റെടുത്ത്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എനിക്ക് ആ വാഗ്ദത്തം നിറവേറി തരുമെന്ന് വാഗ്ദത്തത്തെ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സാറയുടെ മെൻസുറേഷൻ നിന്നുപോയി. ഒരു സ്ത്രീയുടെ മെൻസുറേഷൻ നിന്നുപോയാൽ ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിക്കുക എന്നുള്ളത്. അപ്പോഴും അബ്രഹാമിന് സംശയിച്ചൂടെ? പക്ഷേ സംശയിച്ചില്ല. അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല, ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്ന് അബ്രഹാം വിശ്വസിച്ചു. കാണാത്തതായ കാര്യങ്ങളെ നാം വിശ്വസിക്കണം. കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമുക്ക് പലതും ചെയ്തു തരുമെന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം, വളരെ പ്രതികൂലമായിരിക്കാം. പക്ഷേ ആ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് വിശ്വസിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അതാണ് നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കുന്നത്. സാറയുടെ മെൻസുറേഷൻ എല്ലാം നിന്നുപോയി. 90-ാം വയസ്സായി. അന്നേരമാണ് ദൈവദൂതന്മാർ ദൈവം അബ്രഹാമിനെ കാണുവാൻ വരുന്നതും അടുത്ത വർഷം നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നിൻ്റെ ഭാര്യ കൊടുക്കും എന്നും പറയുവാനിടയായത്. അപ്പോൾ മെൻസുറേഷൻ നിന്നു പോയതുകൊണ്ട് സാറ ചിരിക്കുകയാണ് ചെയ്തത്, എങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷേ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം അത് ഏറ്റെടുത്തു. അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം തനിക്ക് തലമുറയെ തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് അബ്രഹാമിന് ആ പൈതലിനെ പ്രാപിച്ചെടുക്കുവാൻ സാധിച്ചു. ചിരിക്കുടുക്ക എന്ന പേരുള്ള ഇസഹാക്കിന് ജന്മം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അടുത്ത വർഷം ദൂതന്മാർ കടന്നു വന്നപ്പോൾ അവിടെ ഇസഹാക്ക് ജനിക്കുവാനിടയായിത്തീർന്നു. വീണ്ടും അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചില്ലേ? ഏകജാതനായ തൻ്റെ ചിരിക്കുടുക്കയായ ആ മകനെ തനിക്ക് യാഗമായി നൽകണമെന്ന് അബ്രഹാമിനോട് പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരിശോധിച്ചില്ലേ? അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള ആ ആശ്രയത്തെ പരിശോധിച്ചില്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകുവാൻ ദൈവം താമസം വയ്ക്കുമ്പോൾ ദൈവത്തെ സംശയിക്കുവോ, ദൈവത്തെ വിശ്വസിക്കാതെ ഇരിക്കുവോ എന്നൊക്കെ ദൈവം പരീക്ഷിക്കാറുണ്ട്. പക്ഷേ
ആ പരീക്ഷണങ്ങളെ അബ്രഹാം ജയിച്ചതുപോലെ നാം ജയിക്കണം. അബ്രഹാമിനോട് ആ പിഞ്ചു പൈതൽ ചോദിച്ചു, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെയെന്ന്. അപ്പോൾ ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം ആ ചെറിയ ബാലനോട് പറയുവാനിടയായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഏകജാതനാണ് യാഗമായി കൊടുക്കുവാനായിട്ട് അബ്രഹാം തീരുമാനിച്ചു പോകുന്നത്. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ മകനോടത് പറയുവാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ അവിടെ പറഞ്ഞത് എന്താണ്? ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലിലെ മണൽ തരിയെ പോലെയും തലമുറകളെ കൊടുക്കുമെന്ന്, സന്തതികളെ കൊടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ സന്തതിയെ യാഗം കഴിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ളത് അബ്രഹാമിന് വിശ്വാസമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അബ്രഹാം പറയുവാനിടയായത്, ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന്. അവിടെ മലയിലെത്തുന്നു, യാഗപീഠം പണിയുന്നു. യാഗത്തിനായി മകനെ തന്നെ കെട്ടിയപ്പോൾ ആ മകൻ അതിശയിച്ച് കാണത്തില്ലേ, എൻ്റെ അപ്പന് ഇത്രയും പ്രായമായിട്ടാണ് എന്നെ കിട്ടിയത്, എന്നോട് എത്രയോ സ്നേഹമുള്ള അപ്പനാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന്. പക്ഷേ ആ മകനും അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അപ്പനോട് എതിർത്തൊന്നും പറയാതെ നിന്നുകൊടുത്തു. രണ്ടുപേരുടെയും വിശ്വാസത്തെ ദൈവം കണ്ടിട്ട് അബ്രഹാം പറഞ്ഞതുപോലെ ഒരു ആട്ടുകൊറ്റനെ ദൈവം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ കരുതുവാനിടയായിത്തീർന്നു. അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ യാഗത്തിനായി കത്തി ഓങ്ങിയപ്പോൾ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നൊരു ശബ്ദം കേൾക്കുകയും അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ആട്ടിൻകൊറ്റനെ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കുവാനും ഇടയായി. ദൈവം നമ്മെ പല രീതിയിലും പരീക്ഷിക്കും. നമുക്ക് പിടിച്ചു നിൽക്കുവാൻ, താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ നമ്മോട് പറഞ്ഞവൻ വിശ്വസ്തനെന്ന് നാം എണ്ണിക്കൊണ്ട് ആ വാഗ്ദത്തങ്ങളിൽ നാം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ വാഗ്ദത്തത്തെ നമുക്ക് നൽകുവാനിടയായിത്തീരും. അബ്രഹാം വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കുകയാണെങ്കിൽ അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതുപോലെ തന്നെ നമുക്കും വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവം നമുക്ക് വിശ്വസ്തനായ ദൈവമാണ്. ഒരു വാക്ക് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാത്തവനാണ്. ആ മാറാത്ത ദൈവത്തെ നാം വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു കർത്താവ് മാർത്തയോട് നാറ്റം വച്ച ലാസർ, 4 ദിവസമായി കല്ലറയിലായിരിക്കുന്ന ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാർത്തയോടും മറിയയോടും പറയുവാനിടയായി തീർന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നാം വിശ്വസിക്കുകയാണെങ്കിൽ ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വിശ്വാസമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യം. വിശ്വാസം കൈവിട്ടാൽ സകലതും നഷ്ടപ്പെടും. പക്ഷെ വിശ്വാസത്തിൽ നാം ഉറച്ചു ജീവിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ, അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചതുപോലെ, ഇസഹാക്ക് അനുഗ്രഹം പ്രാപിച്ചതുപോലെയൊക്കെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ, ലാസർ എഴുന്നേറ്റ് അവരുടെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിച്ചതുപോലെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനിടയായി തീരും. അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്ത അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ബൈബിളിലൂടെ നീളം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. വിശ്വസിച്ചു കൊണ്ട് ഒരു പ്രവൃത്തി ദൈവസന്നിധിയിൽ ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവർ വിശ്വസിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം വിശ്വാസത്തെ കൈവിടാതെ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ നമുക്ക് തന്നെ അതിശയമാകുന്ന രീതിയിൽ ദൈവം നമ്മെ വഴി നടത്തുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ.